മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, എന്താണ്? ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. മൂസാ നബി ഹാറൂൻ നബി ആ കൊട്ടാരത്തേക്ക് ചെല്ലുമ്പോൾ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് എന്ന്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അത് തന്നെയാണ് എന്താണ് ഞങ്ങൾ രണ്ടുപേരെയും റബ്ബാരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുവിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിൻ്റെ പ്രകൃതം നൽകുകയും അതിൻ്റെ ഗൈഡൻസ് നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ആ റബ്ബ് ആരാണ് എന്ന് ഇന്ന് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ആലോചിക്ക്. ഈ നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ഈ വ്യത്യസ്ത ജീവജാലങ്ങൾ, അതിൻ്റെയൊക്കെ കോശങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ന്യൂക്ലിയസും ഒരു സൈറ്റോപ്ലാസമാണ് അല്ലേ? ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ബാക്ടീരിയോഫേജിൻ്റെ ചിത്രമുണ്ട്. ബാക്ടീരിയോഫേജ് നമുക്കറിയാം, ഒരു RNAയും DNA സ്ട്രാൻഡ്, ഒന്നില്ലെങ്കിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കും. ഇത്രയും വളരെ ലളിതമായ ഒരു ജീവനാണത് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യനെ പോലെയുള്ള ജീവികൾ, ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ക്രിയേഷൻ, ഇതാരാണ് സംവിധാനിച്ചത്? എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അടിസ്ഥാനപരമായി ഇതൊക്കെ പ്രോട്ടീനുകളാണ്. കോശങ്ങൾ പരിശോധിച്ചാൽ ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഉണ്ടാകും അല്ലേ? ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ഉണ്ടാകും. ആ DNA-യുടെ 4 അമിനോ ആസിഡ് സീക്വൻസ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഈ 4 അമിനോ ആസിഡ് സീക്വൻസിനെ കൊണ്ട്, അതിൻ്റെ സീക്വൻസിലെ വേരിയേഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ബയോഡൈവേഴ്സിറ്റി അള്ളാഹു ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് എന്നറിയുമ്പം നമ്മുടെ റബ്ബ് ആരാണ്? ആ റബ്ബിൻ്റെ കഴിവെന്താണ്? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മളെ വീണ്ടും അള്ളാഹു ബോധ്യപ്പെടുത്തണം.